ബാലൻ എന്നും പറഞ്ഞ മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്, ഒഫീഷ്യൽ ട്രെയിലർ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്ന് ചെയ്താലോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാലൻ എന്ന് പറഞ്ഞ വീഡിയോയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഇന്നലെയാണ് റിലീസായത്. ഇന്നലെ എന്ന് പറയുമ്പോൾ ജൂൺ 5-നാണ് റിലീസായത്. ഞാൻ മിക്കവാറും ഇന്നാണ് ചെയ്യുന്നത്. അപ്പം ജൂൺ 5. അപ്പം ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പം 2 ദിവസമോ നാളെ വല്ല ഞാൻ റിയാക്ഷൻ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് ഒരു കുട്ടിയുടെ ഒരു കഥയായിട്ടാണ് തോന്നുന്നത്. ഇത് മിക്കവാറും ഇൻ്റർനാഷണൽ സ്റ്റഫ് എന്നാണ് കേൾക്കുന്നത്. അത്രയും അടിപൊളിയായിട്ടാണ് ഇത് വർക്കൗട്ട് ആയിരിക്കണേന്നൊക്കെയാണ് കേൾക്കുന്നത്. നമ്മൾ ചിദംബരം ആണ് ആള്. ഡയറക്ഷൻ എല്ലാം ചിദംബരമാണ്. ഇത് തകർക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെയാണ് ഔട്ട്സൈഡ് ടോക്സ് ഒക്കെ. ഇത് ഇപ്പോൾ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. 2.5 മിനിറ്റ് ട്രെയിലറാണ്. ബാലൻ ദ ബോയ് ഒഫീഷ്യൽ ട്രെയിലർ. സുഷിൻ ശ്യാമാണ് മ്യൂസിക്. മോനെ ഇത് മിക്കവാറും നല്ല രീതിയിൽ തകർക്കും. കാരണം അത് അങ്ങനെയാണ് ഔട്ട്സൈഡ് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അടിപൊളിയായിരിക്കും. നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. ട്രെയിലർ കണ്ടിട്ട് അഭിപ്രായം ബാക്കി പറയാം. അപ്പം എന്തായാലും നേരെ ട്രെയിലറിലോട്ട് പോവാം. മഞ്ഞുമൽ ബോയ്സ് കെവിൻ പ്രൊഡക്ഷനാണ്. മോനെ മോനെ കുട്ടി പൊളിക്കും തോന്നാട്ടോ. മിക്കവാറും അവാർഡ് വാങ്ങിച്ചിട്ടേ പോകും ചെറുക്കൻ. എനിക്കറിയില്ല, നൈസ് ഒരു ട്രാക്ക് പോകണുണ്ട്. എനിക്ക് തോന്നുന്നത് പൊളിക്കും. കാണുന്ന വെച്ച് പൊളിക്കുന്നുണ്ട് മോനെ. ഓ, വിവേക് ഹർഷനാണ് എഡിറ്ററെ. മോനെ സുഷിൻ ശ്യാം പോണ ട്രാക്ക് ഒരു രക്ഷയില്ല കേട്ടോ. സുഷിൻ ശ്യാം പൊളിച്ചിട്ടുണ്ട് മോനെ. അയ്യോ മോനെ, അയ്യോ ജിത്തു മാധവന്റെ സ്ക്രിപ്റ്റിൽ പറഞ്ഞ കഥയായി. അപ്പൊ എന്തായിരിക്കും മോനെ? എന്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത ട്രാക്ക്. ഡയറക്റ്റഡ് ബൈ ചിദംബരം. മോനെ ജൂൺ 19-നാണ് സിനിമ റിലീസിനെത്തണം. മോനെ ഇത് തകർത്തിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ മോനെ. ഇത് ഇങ്ങനെ ആണെങ്കിൽ അയ്യോ എന്താ ഇപ്പൊ കണ്ടത്. അത്ര അടിപൊളി ട്രെയിലർ കേട്ടോ. എനിക്കാണെങ്കിൽ ഒന്നും പറയാനുമില്ല. അത്ര പൊളിച്ച ട്രെയിലർ, അടിച്ചു പൊളിച്ച ട്രെയിലർ. ഒരു രക്ഷയില്ല. ഒരു കഥ ഇതെന്തോ കൊല്ലണത് ഒരു അമ്മൂമ്മ, മോനും അമ്മയും തമ്മിലുള്ള ഒരു ഇതാണ്. അതിൻ്റെ ഇടയിലുള്ള കുറേ മർഡർ കേസും കാര്യങ്ങളും ഉള്ള ഇതാണ്. എനിക്ക് തോന്നുന്നത് പൊളിക്കുമെന്ന്. അത്ര അടിപൊളിയാണ്. ഡയറക്ടർ ആരെന്നറിയാമല്ലോ. എടുത്തു വെച്ചിരിക്കണൊക്കെ പീക്ക് ഡയറക്ഷൻ. മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡയറക്ടറാണ്. പിന്നെ സ്ക്രിപ്റ്റ് നമ്മളെ രോമാഞ്ചം, പിന്നെ ആവേശം എല്ലാമുള്ള ഡയറക്ടറാണ് നമ്മളെ ജിത്തു മാധവൻ. മോനെ ഒരു രക്ഷയില്ലാത്ത പടമായിരിക്കാനാണ് ചാൻസ്. ഇത് ട്രെയിലർ കണ്ടിട്ട് ഇത് തൂക്കുമെന്നാണ് തോന്നുന്നത്.
ഒരു കുട്ടിയുടെ ഇത് സുഷിൻ ശ്യാം അതിൻ്റെ രീതിയിൽ പൊളിച്ചിട്ടുണ്ട്. അത് പിന്നെ അറിയാലോ നമുക്ക് സുഷിൻ ശ്യാം എന്താണെന്ന്. അതെല്ലാം തകർത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നല്ല ഹിറ്റാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്, തകർക്കും മിക്കവാറും. എന്തായാലും നല്ലൊരു ട്രെയിലർ, മിക്കവാറും ഹിറ്റാവട്ടെ. സിനിമ ഇറങ്ങുന്നത് ജൂൺ 19 റിലീസ്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കെവിൻ പ്രൊഡക്ഷനാണ്. കെവിനിപ്പോൾ എല്ലാം മോശമാണ്, മീൻസ് സമയം ശരിയല്ല, ജനനായകൻ ഇറങ്ങിയില്ല, ടോക്സിക് ഇറങ്ങിയില്ല, എല്ലാം നഷ്ടമായിരിക്കും. അപ്പോൾ ഇതെങ്കിലും ഇറങ്ങിയത് നല്ലൊരു ഹിറ്റ് അടിക്കട്ടെ എല്ലാ സ്ഥലത്തും. ഇത് കണ്ടിട്ട് നല്ലൊരു പടമാവാനാണ് ചാൻസ്, പൊള്ളിപ്പടം. അങ്ങനെ അവാർഡൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, നാഷണൽ അവാർഡ് കിട്ടുന്ന ഐറ്റം പോലെയൊക്കെ തോന്നുന്നു. അത്രയും തകർത്താണ് വെച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ ഇനി സിനിമ കണ്ടാലല്ലേ അറിയാവൂ. ഇതൊക്കെയാണ്. എന്തായാലും മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റും പൊളിച്ചിട്ടുണ്ട്, ആ കുട്ടിയുടെ അഭിനയം പൊളിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എന്തോ ചെയ്യുന്നതാണ്, ഒരു സസ്പെൻസ് തിറഞ്ഞ സാധനമായിരിക്കാനാണ് ചാൻസ്. മിക്കവാറും പൊളിക്കും. എന്തായാലും സിനിമയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു 13 ദിവസമല്ലേ ഉള്ളൂ, വെയിറ്റ് ചെയ്യാം. എന്തായാലും വരട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് പറയും. എനിക്കെന്തായാലും പേഴ്സണലി ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീഡിയോ റിയാക്ഷനായിട്ടോ വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.